Hi, my dear children. How are you? Hope you are keeping fine. Nice to meet you. Welcome back to our English classroom. Do you remember our last class? The swallow helped a poor boy, a young man, and a match girl. Will he go to Egypt? What will happen next? Do you want to know the remaining part of the story? Okay, shall we go? The city sights. Dear little swallow, said the prince, fly over my city and tell me what you see there. The swallow flew over the great city and saw the rich man making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. Then he flew back and told the prince what he had seen. Dear little swallow, said the prince, fly over my city and tell me what you see there. എൻ്റെ പ്രിയപ്പെട്ട swallow, fly over my city, പട്ടണത്തിന് മുകളിലൂടെ പറക്കൂ. ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദർ, എന്നിട്ട് അവിടെ എന്തെല്ലാം കാണപ്പെടുന്നു എന്ന് നീ എന്നോട് പറയൂ എന്ന് പ്രിൻസ് സ്വാലോയോട് പറയാണ്. ദ സ്വാലോ ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി. അപ്പം സ്വാലോ പട്ടണത്തിന് മീതെ പറന്നു. ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി വൈൽ ദ ബെഗേഴ്സ് വേർ സിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്സ്. അവൻ എന്താണ് കണ്ടത്? ദ റിച്ച് മേക്കിംഗ് മെറി, പണക്കാർ സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്നു. വൈൽ ദ ബെഗേഴ്സ് വർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്. അതേസമയം യാചകരെ പോലെ പാവപ്പെട്ടവരെന്താ ചെയ്യുന്നത്? അവരുടെ പടിവാതിൽക്കൽ കാത്ത് കിടക്കുന്നു. ഹി ഫ്ലൂ ഇൻ ടു ഡാർക്ക് ലെയിൻസ് ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ. ആ ഇരുണ്ട വഴികളുടെ മുകളിലൂടെ അവൻ പറന്നു. നോക്കിയപ്പോൾ അവൻ എന്താണ് കണ്ടത്? ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ, അതായത് വെള്ളേറിയ മുഖങ്ങളുള്ള അവരുടെ കുട്ടികളെ, ഈ യാചകരുടെയൊക്കെ കുട്ടികളെയാണ് അവൻ കണ്ടത്. ദെൻ ഹീ ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. എന്നിട്ട് അവൻ തിരിച്ച് രാജകുമാരൻ്റെ അടുത്തേക്ക് പറന്ന് രാജകുമാരനോട് താൻ അവിടെ എന്താണ് കണ്ടത് എന്ന് പറഞ്ഞു. ഐ ആം covered with fine gold, said the prince. You must take it off leaf by leaf and give it to my poor people. I am covered with fine gold. ഞാൻ എന്നെ പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർണം കൊണ്ടാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നത്. You must take it off leaf by leaf and give it to my poor people. നീ ഇതിലെ ഓരോ ദളങ്ങളായി, ഓരോ ഇതളുകളായി എടുത്ത് ആ ദരിദ്രർക്ക് നൽകൂ. മൈ പുവർ പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ പ്രജകളായിരുന്നല്ലോ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജകളായിരുന്നു അല്ലേ ഇവരൊക്കെ. അപ്പോൾ അവർക്ക് കൊണ്ടുകൊടുക്കൂ എന്ന് പറയണം. ദേ ആൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ഹിം ഹാപ്പി, മേക്ക് ദം ഹാപ്പി. ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. അപ്പോൾ ഈ സ്വർണം അവർക്ക് സന്തോഷം നൽകും എന്നവർ എപ്പോഴും കരുതാറുള്ളതാണ്. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദി ഫൈൻ ഗോൾഡ് ദ സ്വാലോ പിക്ഡ് ഓഫ് ടിൽ ദ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ ആൻഡ് ഗ്രേ. അങ്ങനെ രാജകുമാരൻ ഡൾ ആൻഡ് ഗ്രേ, ഇരുണ്ട് വിരൂപനായി തീരുന്നത് വരെയും നമ്മുടെ മീവൽ പക്ഷി എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഓരോ ഇലകൾ ഓരോന്നായിട്ട് കൊത്തിയെടുത്ത് പറിച്ചെടുത്തു. He took it to the poor. He took it to the poor and the children's faces grew rosier and they laughed and played games in the streets. എന്നിട്ട് അവൻ എന്താണ് ചെയ്തത്? പക്ഷി എന്താണ് ചെയ്തത്? ആ ഓരോ ദളങ്ങളായി പാവപ്പെട്ടവർക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ ആ പാവപ്പെട്ടവരുടെ കുട്ടികളുടെയൊക്കെ മുഖം എങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത്? ചുവന്നു തുടുക്കുന്നത് കണ്ടു. അവർ സന്തോഷത്തോടു കൂടി പല കളികളിൽ ഏർപ്പെടുകയും ദ ലോഫ്ഡ് ആൻഡ് പ്ലേഡ് ഗെയിംസ് ഇൻ ദ സ്ട്രീറ്റ്, അതായത് സന്തോഷിച്ചുകൊണ്ട് അവർ ആ തെരുവുകളിൽ അവർ കളിച്ചു. വി ഹാവ് ബ്രെഡ് നൗ ദേ ക്രൈഡ്. അവർ സന്തോഷം കൊണ്ട് പറയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? വി ഹാവ് ബ്രെഡ് നൗ, നമുക്കിപ്പോൾ ആഹാരം കിട്ടുന്നുണ്ട് എന്ന് പറയാണ്. ദെൻ ദ സാക്രിഫൈസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാക്രിഫൈസ്?
Yes, sacrifice means tyagam. Then the snow came. The poor little swallow grew colder and colder. But he would not leave the prince. He loved him too well. He tried to keep himself warm by flapping his wings. Then the snow came. അപ്പം മഞ്ഞ് വീഴാൻ തുടങ്ങി. നമുക്കറിയാം മഞ്ഞ് വീഴുന്നതിന് മുമ്പ് നമ്മുടെ സ്വാലോയ്ക്ക് എവിടേക്ക് പോകേണ്ടതുണ്ടായിരുന്നു? ഈജിപ്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവന് പോകാൻ പറ്റിയില്ല. അപ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങി. ദ പുവർ ലിറ്റിൽ സ്വാലോ ഗ്രൂ കോൾഡർ ആൻഡ് കോൾഡർ ബട്ട് ഹി വുഡ് നോട്ട് ലീവ് ദ പ്രിൻസ്. ഹി ലവ്ഡ് ഹിം ടു വെൽ. അതായത് തണുപ്പ് അധികമായി തോന്നിയാർക്ക് നമ്മുടെ സ്വാലോയ്ക്ക്. എങ്കിലും അവൻ രാജകുമാരനെ വിട്ടുപോയില്ല. He tried to keep himself warm by flapping his wings. അവൻ സ്വയം ചിറകടിച്ച് ചെറു ചൂടുണ്ടാക്കിക്കൊണ്ടിരുന്നു. But at last he knew that he was going to die. At last he knew that he was going to die. അവസാനം അവന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണ്. He had just strength to fly up to the prince's shoulder once more. അവൻ രാജകുമാരൻ്റെ തോളിലേക്ക് ഒരിക്കൽ കൂടി പറന്നെത്താനുള്ള ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ രാജകുമാരൻ്റെ തോളിലേക്ക് പറന്നെത്തി. ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഹി മമേർഡ്. അവൻ രാജകുമാരനോട് പറയാണ് ഞാൻ പോകുന്നു എന്ന് യാത്ര പറയണം. മെല്ലെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്റ്റ് അറ്റ് ലാസ്റ്റ്. ഐ ആം ഗ്ലാഡ്, ഞാൻ സന്തോഷിക്കുന്നു. അവസാനം നീ ഈജിപ്തിലേക്ക് പോകുകയാണെന്ന് അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. said the prince. It is not to Egypt that I am going. It is not to Egypt that I am going. ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്. said the swallow. He fell down dead at his feet. അത് പറഞ്ഞുകൊണ്ട് അവൻ രാജകുമാരൻ്റെ കാലുകളുടെ അടിയിലേക്ക് ചത്തു വീണു. At that moment, a curious crack sounded inside the statue as if something had broken. The leaden hurt and snapped right into. At that moment, a curious crack sounded inside the statue. ആ സമയം എന്തോ ഒന്ന് പൊട്ടി തകരുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. എവിടെ നിന്നാണ് കേട്ടത്? രാജകുമാരൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. The leaden heart had snapped right in two. അതായത് അയ്യം കൊണ്ടുള്ള ഹൃദയം. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ രാജകുമാരൻ്റെ ഹൃദയം എന്തുകൊണ്ടുണ്ടാക്കിയ ലെഡ് കൊണ്ട് ഈ ലെഡൻ ഹേർട്ടാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഹൃദയം എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞത് ലെഡൻ ഹേർട്ടാണ്. ആ ലെഡൻ ഹേർട്ട് എന്താണ്? അയ്യം കൊണ്ടുള്ള ഹൃദയം കൃത്യമായിട്ട് രണ്ടായിട്ട് പിളർന്നു. ഓക്കെ, ദെൻ ദ ട്രാജിക് എൻഡ്. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed the column, he looked up at the statue. Dear me, how shabby the happy prince looks, he said. And here is actually a dead bird at his feet, continued the mayor. As he is no longer beautiful, he is no longer useful. It is time we pull down the statue. So they pulled down the statue of the happy prince. The tragic end. എന്താണ് tragic end എന്ന് പറഞ്ഞാൽ? ദാരുണമായ അന്ത്യം. Early the next morning, the mayor was walking in the square below in company with the town councillors. ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത പ്രഭാതത്തിൽ നമ്മുടെ കൗൺസിലർമാരുമൊത്ത് മേയർ ആ കുന്നിന് താഴെ നടക്കുകയായിരുന്നു. ആസ് ദേ പാസ്ഡ് ദ കോളം ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്റ്റാച്യു. അപ്പോൾ സ്തംഭത്തിനടുത്തുകൂടി പോയപ്പോൾ അദ്ദേഹം ആ പ്രതിമയിലേക്ക് ഒന്ന് നോക്കി. ഡിയർ മീ, ഹൗ ഷാബി ദ ഹാപ്പി പ്രിൻസ് ലുക്സ്. എന്താണിത്? രാജകുമാരൻ്റെ പ്രതിമ എത്ര വൃത്തിഹീനമായിരിക്കുന്നു എന്ന് പറയാണ് അദ്ദേഹം. He said, and here is actually a dead bird at his feet. ഇതാ അതിൻ്റെ ചുവട്ടിൽ ഒരു ചത്ത പക്ഷിയും. Continued the mayor. As he is no longer beautiful, he is no longer useful. ഇനി ഇതിൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? ഇതിനെക്കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല. It is time we pull down this statue. It is time
വി പുൾ ഡൗൺ ദി സ്റ്റാച്യു. ഇത് നമ്മളിപ്പോൾ വലിച്ച് താഴെയിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സോ ദേ പുൾ ഡൗൺ ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. അങ്ങനെ നമ്മുടെ സന്തോഷവാനായ ആ രാജകുമാരൻ്റെ പ്രതിമ അവർ വലിച്ച് താഴെയിട്ടു. Adios. I think you understood the story very much. You should read the lesson 2 or 3 times. Let us stop our class now. Meet you soon in the next class. Bye.